ദൈവം നമുക്ക് വായിക്കാൻ നൽകിയ സങ്കീർത്തനം 73 സങ്കീർത്തനമാണല്ലോ. അത് സങ്കീർത്തനങ്ങളിൽ അതിൻ്റെ 3 പുസ്തകമായി ആസാഫിൻ്റെ ഒരു സങ്കീർത്തനമായാണ് നാം അവിടെ അതിനെ കാണുന്നത്. We have read from Psalm 73 and it is a psalm written by Asaph. അവിടെ 1-ാം വാക്യത്തിൽ ആസാഫ് പ്രകാരം പറയുന്നു, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. And in the first verse it says that truly God is good to Israel even to such as are of clean heart. എന്നാൽ അതിൻ്റെ 2-ാം വാക്യം തുടങ്ങിയിരിക്കുന്നത് എന്നാൽ എന്നുള്ള ഒരു ക്ലോസോടുകൂടിയാണ്. എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. But in the next verse it starts with a word called but, and it says that but as for me my feet were slipped. തനിക്ക് ഉത്തമമായിട്ട് ബോധ്യമുള്ള ഒരു കാര്യമാണ് ആദ്യത്തെ വാക്യത്തിൽ പറഞ്ഞത്. ദൈവം നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം എന്നുള്ള ഉത്തമ ബോധ്യമുള്ള കാര്യമാണ് പറഞ്ഞത്. And in the first verse he was saying very surely that the Lord is good for the people who are clean heart. എന്നാൽ ആസാവ് പറയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വ്യത്യസ്തമായ കാര്യമാണ്. But in the next verse what Asaph is saying, but for him it is different. ദൈവം എല്ലാവർക്കും നല്ലവനാണ് എൻ്റെ ബ്രദറെ, എൻ്റെ സിസ്റ്ററെ. എന്നാലും എൻ്റെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് മാറി തിരിഞ്ഞൊക്കെ ഒന്ന് നോക്കുമ്പോൾ എൻ്റെ കാലുകൾ ഇടറിപ്പോകുന്നൊരവസ്ഥയാണ് എന്ന് പലപ്പോഴും നമ്മൾ ആ ഒരു ക്ലോസ് വെച്ച് സംസാരിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. And we may also in some circumstances we speak that everyone around me they are in a very good place, but for me it is not going well. എൻ്റെ കാലുകൾ ഏകദേശം ഇടറിപ്പോകുന്നതായ അവസ്ഥയിൽ ഞാൻ കടന്നു പോകുന്നു. And sometimes we say that I am going through a circumstances where my footsteps are slipped. ഒരു വഴുതിപ്പോകുന്ന ഒരു ചഞ്ചലിച്ച് നിൽക്കുന്നതായ ഒരവസ്ഥയിൽ എൻ്റെ ജീവിതം എങ്ങോട്ടോ ഇങ്ങനെ മാറി മറിഞ്ഞു പോകുന്നു എന്ന് ആസാഫ് ഇങ്ങനെ പറയുന്നു. അതുകൊണ്ട് അതൊക്കെ നമ്മുടെ സാക്ഷ്യമായിട്ടും പലപ്പോഴും അത് തട്ടിച്ചു നോക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. And the way Asaph is saying, when we think about our life, we also say sometimes in the same way when we go through some circumstances. എന്നാൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ കാലുകൾ ഇടറിപ്പോകുന്ന അവസ്ഥയിലും നമ്മുടെ കാലടികളേറെ വഴുതിപ്പോകുന്ന അവസ്ഥയിലും എത്രമാത്രം ചഞ്ചലിച്ച അവസ്ഥയിലും നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ചരിത്രം ഒരിക്കലും അവിടെ അവസാനിക്കുകയല്ല ചെയ്യുന്നത്. And whatever circumstances we go through and whatever difficult circumstances we go through, but our history won't end there. താൻ മുന്നോട്ട് പോകുമ്പോൾ തൻ്റെതായ ജീവിതത്തെക്കുറിച്ച് നല്ല ബോധ്യത്തോടെ പിന്നെ മുന്നോട്ട് വരുമ്പോൾ അതിൻ്റെ 24 പറയുന്നു, നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളുമെന്ന് പറയുന്നു. But towards the latter part of this psalm, the psalmist was saying that, but he will guide me through his counsel and afterwards he will receive me into his glory. എന്നിട്ട് അതിൻ്റെ 23 പ്രകാരം നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. And in the verse 23 he says that the Lord is holding his right hand. നമ്മളെപ്പോഴും ചഞ്ചലിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. എൻ്റെ കരം പിടിച്ച് വഴി നടത്തുന്ന ഒരുവൻ എന്നോട് കൂടെയുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെയാണ് ആ സങ്കീർത്തനം അവസാനിക്കുന്നത്. And Lord doesn't allow us to go through the difficult situation alone, because the Lord will hold our right hand. ഇടറിപ്പോകുന്ന അവസ്ഥയിൽ നിൽക്കുന്നെങ്കിൽ തന്നെയും നമ്മുടെ അവിടെ ചരിത്രം അവസാനിക്കുന്നില്ല. അതിനപ്പുറത്ത് കരം പിടിച്ച് വഴി നടത്തുന്ന, തൻ്റെ ആലോചനകളാൽ നമ്മളെ വഴി നടത്തുന്ന, അതിനുശേഷം മഹത്വത്തിലേക്ക് കൈക്കൊള്ളുന്ന ഒരുവൻ്റെ കൂടെയാണ് നാം നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കുന്നുള്ള ഉത്തമ ബോധ്യമാണ് നമ്മളെ ഉറപ്പിച്ചു നിർത്തുന്ന ഘടകം. Although we are standing in a slippery place, it doesn't matter, but the Lord is with us to hold in our right hand, and he will receive us in his place and we will move into the right glory. തൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ 14-ാം വാക്യത്തിൽ താൻ പറയുന്നു, ഞാൻ ഇടപെടാതെ ബാധിതനായിരുന്നു, ഉഷസ്സോറും ദണ്ഡിക്കപ്പെട്ടും ഇരുന്നു. And if you see in the verse 14, he says that all the day long I have plagued and I was chastened every morning. ഇങ്ങനെ കഷ്ടതകളും രോഗങ്ങളും നിരാശകളും പ്രതികൂലങ്ങളും തൻ്റെ ജീവിതത്തെ അലട്ടുന്നതായ സാഹചര്യങ്ങളിലും, and in the circumstances he was going through a very difficult situation where he was desperate in his life. അതിൻ്റെ ശ്രേഷ്ഠമേറിയ ക്ലൈമാക്സ് ഈ സങ്കീർത്തനം വന്നെത്തിയിരിക്കുന്നത് കരം പിടിച്ച് വഴി നടത്തുന്ന, ആലോചന പറഞ്ഞു തരുന്ന, എന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളുന്ന ദൈവത്തിൻ്റെതായ പ്രവൃത്തിയെക്കുറിച്ച് താൻ ഒരിക്കലും അത് വർണ്ണിച്ച് നിർത്തുവാനായിട്ട് തനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. But towards the end he was very good towards the Lord, and he says that the Lord was holding him in with his right hand, and he was getting a good counsel from the Lord, and afterwards he was receiving him into his
his ഇന്ന് glory. പകൽക്കാലവും ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളോടുള്ള ദൈവിക ദൂതാണ്. ഇപ്പം 1 തെസ്സലോനിക്കരുടെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 23-24 വാക്യം കാണുന്നു. നിങ്ങളുടെ ആ സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്ത്യമായി വെളിപ്പെടുവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ, അവനത് നിവർത്തിക്കും. So you can see the verse in 1 Thessalonians chapter 5 verse 24 വാക്യപ്രകാരം വായിക്കുന്നു, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. And we can see from 1 Thessalonians for chapter 5 verse 23 and 24, you can see that the God is calling you and he is a very trustful Lord. ദൈവം നിവർത്തിക്കുവാൻ, ദൈവം നമ്മളെ കരം പിടിച്ച് മഹത്വത്തിൽ പ്രവേശിക്കുന്നത് വരെയും നമ്മളെ വഴി നടത്തുവാൻ ശക്തനായ ദൈവമാകുന്നു. And the Lord is capable and trustworthy enough to hold our hand and lead us until we enter into that heavenly place. പലപ്പോഴും നമ്മൾ രോഗത്താൽ ബാധിക്കപ്പെട്ടിരിക്കാം, വിശ്വസതോറും ദണ്ഡിക്കപ്പെട്ട അവസ്ഥകൾ ഉണ്ടാകാം. ഏത് സാഹചര്യത്തിലായാലും അതിൻ്റെതായ ക്ലൈമാക്സ് ദൈവം നമ്മളെ നിർത്തും, ദൈവം നമ്മളെ വഴി നടത്തും എന്നുള്ളതാണ്. Sometimes we may go through different sufferings and our body might be sick, but at the end the Lord will lead you into the eternal place. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് വിവിധമായ പരിശോധനകൾ, നാനാ പരീക്ഷകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാം. നമ്മുടെ ചുറ്റുപാടുകളിൽ ഇപ്രകാരം ഇടറിപ്പോകുന്ന, ചഞ്ചലിച്ചു പോകുന്ന അവസ്ഥകളൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കാം. എങ്കിൽ തന്നെയും ദൈവശക്തിയിൽ നാം മുന്നോട്ട് പോകണം. Although we go through different tests, trials and temptation, but if you stick to the Lord, and he will guide you in the right place. അതുകൊണ്ടാണ് 1 പത്രോസ് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു എന്ന് പറയുന്നത്. That's why in 1 Peter chapter 1 verse 6 it says that although you have to go through a different temptations now, but greatly rejoice because there is a season and after that you will be fine. കാര്യം നമ്മളെ ക്ഷയം, മാലിന്യം, അതിൻ്റെ 5-ാം വാക്യമാണ് വായിക്കുന്നത്. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത ഒരു അവകാശത്തിനു വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ച് വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് നമ്മളിവിടെ കാണുന്നു. And in the verse 5 we can say that he has called us into an incorruptible and undefiled world. നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ദണ്ഡനങ്ങളാൽ അല്ലെങ്കിൽ വിവിധമായ പരീക്ഷകളാൽ നമ്മൾ നേരിടുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജീവിക്കുന്നതായ സാഹചര്യം എന്നുള്ളത് ഇൻപെർഫെക്ഷൻസ്, ഒരിക്കലും പെർഫെക്റ്റ് ആയുള്ള ഒരു അവസ്ഥ, ഇൻപെർഫെക്ഷൻസ് നിറഞ്ഞതായ ഒരു അന്തരീക്ഷത്തിലാണ് നാം ജീവിക്കുന്നത്. When we are in this world, when we go through different trials and temptation, you should think one thing: we are in a world which is an imperfect place. എന്നാൽ നമുക്ക് ദൈവം മുന്നിൽ വെച്ചിരിക്കുന്നതായ ബിരുദം എന്നുള്ളത് ക്ഷയം, മാലിന്യം, വാട്ടം ഒന്നുമില്ലാത്ത ഒരു അവകാശത്തിന് വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. But the promise that the Lord had given is in the verse 4 is that he is actually kept for us for an inheritance which is incorruptible and undefiled one. എന്നാൽ ഈ അന്ത്യകാലത്ത് ദൈവം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നതായ ഈ രക്ഷ, ഈ അവകാശം നമ്മൾ പ്രാപിക്കുവാൻ വേണ്ടി നമ്മൾ അവിടെ തന്നെ അതിൻ്റെ 4-ാം വാക്യത്തിൽ കാണുന്നു, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ആയ അവകാശം, ആദ്യത്തെ തേജസ്സേറിയതായ ആ മഹത്വമേറിയതായ ആ നിക്ഷേപം എന്ന് നമ്മളവിടെ കാണുന്നു. And in the end of verse 4 and 5 you can say that the Lord has kept everything by the power of God through faith unto salvation ready, that is revealed in the last time. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്ത അവകാശം നാം പ്രാപിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ നാം വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെട്ടാൽ മാത്രമേ നമുക്കത് പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. And if you want to acquire that inheritance which is incorruptible and undefiled, but you have to have that kind of power of God in you so that you can achieve that. ഈ മഹത്വത്തിലേക്ക് കൈക്കൊള്ളപ്പെടുമെന്ന് പറയുമ്പോൾ ഒരു നിസ്സാരമായ ഒരു കാര്യമല്ല. ആ മഹത്വത്തിലേക്ക്, ആ തേജസ്സേറിയ അനുഭവത്തിലേക്ക് നാം നയിക്കപ്പെടണമെങ്കിൽ നാം ദൈവശക്തിയിൽ കാക്കപ്പെടണം. When you say that you will be received into his glory, it is not a small thing, but for that you should have the power of the Lord. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നാം ദിനംതോറും നമ്മൾ ദൈവശക്തിയിൽ നമ്മൾ ശക്തരായി തീരണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. And you should be strengthened every day with the power of the Holy Spirit. അവിടെ അതിൻ്റെ 19-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി, അവർ മെരുഴ്ചകളാൽ അശേഷം മുടിഞ്ഞു പോയിരിക്കുന്നു എന്ന് വായിക്കുന്നു. And in Psalm 71 സങ്കീർത്തനത്തിൻ്റെ 73 അതിൻ്റെ നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൻ്റെ 19-ാം വാക്യത്തിൽ എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി. And in Psalm 71 verse 19 you can see 73 വായിച്ച സങ്കീർത്തനം 73-യുടെ 19.
In 73 verse 19, you can see that how fast they have been consumed. നമ്മൾ പോകുന്നതായ സാഹചര്യങ്ങൾ എപ്പോഴും അത് ഒരിക്കലും അതൊന്നും ഒരു പെർമനൻ്റ് അല്ലാതിരിക്കുമ്പോൾ മറ്റ് സാഹചര്യങ്ങൾ താൻ കണ്ടതായ ദുഷ്ടന്മാരുടെ സാഹചര്യം ഇവിടെ എത്ര പെട്ടെന്ന് എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി, എത്ര മെരുഴ്ചകളാൽ ആ ശേഷം മുടിഞ്ഞു പോയിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. Although we have gone through different sufferings, we know that it is temporary. But if you look at the wicked people who were once very proud, and you can see that they were consumed very fast. തനിക്ക് അപ്രകാരം മനസ്സിലാക്കുവാനിടയായത് താൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകാനിടയായപ്പോഴാണ് തനിക്ക് മനസ്സിലാകുവാനിടയായി തീർന്നത്. ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഒരു പെർമനൻ്റ് അല്ല, അതിനെല്ലാം ഒരു അവസാനമുണ്ട്. എൻ്റെ ചരിത്രം ഈ മെരുക്ഷകളാൽ അശേഷം മുടിഞ്ഞു പോകുന്ന അവസ്ഥയിലോ ഒന്നുമല്ല അവസാനിക്കുന്നത്. എൻ്റെ അവസാനം ഞാൻ മഹത്വത്തിലേക്കാണ്. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഇവിടെ വളരെയധികം പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നതായ അനുഗ്രഹം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന കാണപ്പെടുന്ന ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളിൽ മറ്റ് വ്യക്തികൾ ക്ഷണത്തിൽ നശിക്കുമ്പോൾ എൻ്റെതായ അവസാനം മഹത്വത്തിലാണ്. Although he had to go through the suffering, but he could understand or realize the situation of the wicked people only when he came into the presence of the Lord. ഈ റിയലൈസേഷനിലേക്ക് താൻ വരുവാനിടയായത് ഞാൻ പറഞ്ഞല്ലോ ദൈവസന്നിധിയിൽ കടന്നു വന്നപ്പോഴാണ്. And he understood, or he could have that kind of realization only when he came into the presence of the Lord. അതുകൊണ്ടാണ് പറയുന്നത് 17-ാം വാക്യത്തിൽ പറയുന്നു, ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തമെന്താകുമെന്ന് ചിന്തിച്ചു. That is why the psalmist says in verse 17 that he went into the sanctuary of the Lord and thought about it, like what will be the end of this wicked people. ഈ സാഹചര്യങ്ങളെല്ലാം കണ്ടിട്ട് താൻ ഒടുവിലാണ് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് അതിൻ്റെതായ ഒരു ആൻസർ തനിക്ക് കാണുവാൻ സാധിച്ചത്. When he had gone through all these circumstances, that time he went into the sanctuary of God, then he could understand what will be the end of the wicked people. നാം മനസ്സിലാക്കുക, നമ്മൾ പലപ്പോഴും മാനുഷികമായി പല കാര്യങ്ങളും ഫിഗർ ഔട്ട് ചെയ്യുമ്പോൾ നാം കണക്ക് കൂട്ടുന്ന, നാം ചിന്തിക്കുന്ന, നാം ആൻസർ കണ്ടെത്തുവാൻ നിരൂപിക്കുന്നതായ പല കാര്യങ്ങൾക്കും ഒരു കൂട്ടം കാര്യങ്ങൾക്ക് പലപ്പോഴും ഒടുവിൽ ദൈവസന്നിധിയിലാണ് പരിഹാരം മാത്രം ഉള്ളുവെന്ന് നമ്മൾ മറന്നു പോകരുത്. Sometimes we try to find the answers with the knowledge or the wisdom of our normal thinking, but you can understand for some kind of answers we need to get into the Lord's presence. വിവിധമായ വിഷയങ്ങൾ നമ്മൾ പലപ്പോഴും മാനുഷികമായിട്ട് ലോജിക്കൽ നമ്മുടേതായ ലോജിക്ക് വെച്ച് കണക്ക് കൂട്ടാൻ പറയുമ്പോൾ ചില കാര്യങ്ങൾ നമുക്കൊരിക്കലും മാനുഷികമായിട്ട് നമ്മൾക്ക് പരിഹാരം കാണുവാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ ദൈവസന്നിധിയിൽ ചെന്ന് നെടുമാട് വീണ് ദൈവസന്നിധിയെ താഴ്ത്തി സമർപ്പിച്ച് അടുത്തു വരുമ്പോൾ ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നതായ ചില ബോധ്യങ്ങൾ, ദൈവം നമുക്ക് പറഞ്ഞു തരുന്നതായ ചില ആലോചനകളുണ്ട്, ദൈവം പകർന്നു തരുന്നതായ ചില കൗൺസിലുകളുണ്ട്. അതിൽ മാത്രമേ നമ്മുടെ മനസ്സൊന്ന് സെറ്റിലാകുവാൻ സാധിക്കുകയുള്ളൂ. When you try to find out the solution for some things, you may not find the answers, but if you submit unto the Lord and get the counsel from the Lord, then you can get the correct answer from him. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, എവിടെയൊക്കെ നമുക്ക് റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഹൃദയം നമുക്ക് അനുഭവപ്പെടുന്നോ അവിടെയൊക്കെ ദൈവസന്നിധിയിൽ ഒന്ന് ചെന്നിരുന്ന് ഒന്ന് ധ്യാനിപ്പാൻ, ദൈവസന്നിധിയിൽ ഒന്ന് ചെന്നിരുന്ന് നമ്മുടെ ഹൃദയം ഒന്ന് പകരുവാൻ, നമ്മൾ സെപ്പറേറ്റ് ആ ടൈമിനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾക്ക് ഒരു പരിഹാരം ഉണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുക. And some situations when you have a restless heart or restless situation in your life, go into the presence of the Lord and get the counsel from the Lord, then you can really get the peace from the Lord. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടേതായ ജീവിതത്തിൻ്റെതായ സാഹചര്യങ്ങളിൽ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തിൽ നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലത്ത് പലപ്പോഴും നമുക്ക് പല ആവലാതികളുണ്ട്. And whenever you are in this earthly or lowly body, you will always have sufferings. എന്നാൽ നാം ദൈവസന്നിധിയിൽ നാം നിൽക്കുമ്പോൾ, ദൈവശക്തിയിൽ നാം മുതിർന്നു വരുമ്പോൾ, ആ ദൈവശക്തിയിൽ നമ്മൾ കാക്കപ്പെടുമ്പോൾ നമുക്ക് ജയോത്സവമായി മുന്നോട്ട് പോകുവാൻ സാധിക്കും. But when you stand in the presence of the Lord and when you were guarded by the Lord, you will be feeling the presence of the Lord. അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖന പ്രകാരം പറയുന്നത്, അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിൽ പറയുന്നു, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. That's why in Philippians chapter 3 verse 21 it says that who shall change our vile body that it may be fashioned like unto his glorious body according to the working thereby he is able even to subdue all things unto himself. പലപ്പോഴും ഇടറിപ്പോകുന്ന അവസ്ഥയുണ്ടായിരിക്കാം. There will be many times you may feel that you are going away. കാലടികൾ വഴുതിപ്പോയി ചഞ്ചലിച്ചു നിൽക്കുന്നതായ അവസ്ഥയുണ്ടായിരിക്കാം. Sometimes your steps will be slipped. പലപ്പോഴും ബാധിതനായി തീരുന്ന ഉഷസ് തോറും ദണ്ഡിക്കപ്പെടുന്ന അവസ്ഥ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. Sometimes you were suffered for the long day.
അതൊക്കെയും നമ്മുടെ താഴ്ചയുള്ള ശരീരത്തിൽ നമുക്ക് ജീവിക്കുന്നിടത്തോളം അത് സർവ്വസാധാരണമായ കാര്യമാണ്. And all these things are common to a person who is on their vile body. എന്നാൽ നമ്മുടെ മേൽ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തുവാൻ, ആ മഹത്വത്തിലേക്ക്, ആ തേജസ്സേറിയ അനുഭവത്തിലേക്ക് നമുക്ക് നയിക്കുവാൻ നമ്മളെ ഉറപ്പിച്ചു നിർത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ടെന്ന് നമ്മൾ മറന്നു പോകരുത്. But we should understand that there is a Holy Ghost who can transform this earthly body one day and it transformed into the heavenly one. അതുകൊണ്ടാണ് നമ്മൾ തെസ്സലോനിക്കയിൽ നമ്മൾ വായിച്ചല്ലോ, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ, അവൻ അത് നിവർത്തിക്കും. That's why what we have read in 1 Thessalonians is that the Lord who have called you is faithful enough and he will do it. നമ്മൾ അവിടെ വീണ് കിടക്കുന്ന അവസ്ഥയിലല്ല നമ്മുടേതായ അവസാനം, നമ്മുടെ ചരിത്രം ഒരു മഹത്വമേറിയ അവസ്ഥയിലേക്കാണെന്ന് മനസ്സിലാക്കുക. Our situation or the circumstance will be in the place where we have fallen, but there will be a difference at the end of our world. അതുകൊണ്ടാണ് യൂദയുടെ ലേഖനത്തിൽ പ്രകാരം നമ്മൾ വായിക്കുന്നല്ലോ, വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ച്. ഇടറിപ്പോകുന്ന സാഹചര്യം, എൻ്റെ കാലുകൾ ഇടറി, എൻ്റെ കാലടികൾ വഴുതിപ്പോയി എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞ സ്ഥാനത്ത് ദൈവം തന്നെ ഒരു ശ്രേഷ്ഠമേറിയ വെളിപ്പാട് കൊണ്ട് നിറച്ചു. എൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കുകയല്ല, എൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കുകയല്ല. എന്നെ കരം പിടിച്ച് നടത്തുന്ന, എന്നെ ആലോചനയിൽ വഴി നടത്തുന്ന, എന്നെ തേജസ്സേറിയ അനുഭവത്തിലൂടെ, മഹത്വമേറിയ അനുഭവങ്ങളിലൂടെ എന്നെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കി താൻ ഒരു വെളിപ്പാടോടെ ആ ജീവിതത്തിൽ നിന്നും, ആ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ നിന്നും ഒരു അചഞ്ചലമായ ഒരു പ്രത്യാശയുടെ അവസ്ഥയിൽ താൻ പുറത്തു വരുവാനിടയായി തീർന്നു. Although the psalmist in the beginning thinking that his steps were on the slippery land, but at the end, when with the counsel of the Lord, he could realize that he is having a very glorified place when he is with the Lord. നമ്മളെ വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള ഒരു ദൈവം നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു. So that in order to keep yourself without falling and make you transformed into a glorious body, and the Lord is there powerful enough to keep you safe. അതിനുവേണ്ടി നാം എപ്പോഴും ദൈവശക്തിയിൽ ആശ്രയിച്ച് നാം മുന്നോട്ട് പോവുക. So that we have to submit ourselves and depend on the power of the God. ദൈവം നമുക്ക് ഈ അന്ത്യകാലത്ത് നമുക്ക് വേണ്ടി ഒരു രക്ഷ നമുക്ക് വേണ്ടി ശേഷിപ്പിച്ചു വെച്ചിരിക്കുന്നു. And the Lord has kept at this end times a salvation for us. അതിനുവേണ്ടി നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, നമ്മൾ ഓരോ ദിവസവും നമ്മൾ ജീവിതം നയിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു, ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ക്ഷയം, മാലിന്യം, വാട്ടവും ഇല്ലാത്തതായ ഒരു നിക്ഷേപം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. So that I want to repeat again that when you are in the presence of the Lord will keep you without undefiled and incorruptible way. ആ മഹത്വമേറിയ അവസ്ഥയിലൂടെ നയിക്കപ്പെടുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. And the Lord wants to lead us into that glorious തെസ്സലോനിക്ക state. ലേഖനം അതിന്റെ 2-ാം അധ്യായം 14-ാം വാക്യമാണെന്ന് തോന്നുന്നു. അതും കൂടെ പറഞ്ഞു നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 1 തെസ്സലോനിക്ക ലേഖനം 2:14. 1 Thessalonians 2 verse 14. 2 തെസ്സലോനിക്ക 2:14 നോക്കുക. Second Thessalonians chapter 2 verse 14. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. And in 2 Thessalonians 2 verse 14 it says that God had called you with the gospel for obtaining the glory of our Lord Jesus Christ. നമുക്ക് ആ സുവിശേഷത്തിൻ്റെ മർമ്മത്താൽ നമുക്കൊരു രക്ഷയുണ്ടായെങ്കിൽ, നമുക്കൊരു വിടുതലുണ്ടായെങ്കിൽ, ഈ രക്ഷയിലേക്ക് നമ്മൾ കടന്നു വന്നുവെങ്കിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, തൻ്റെ മഹത്വം പ്രാപിക്കുക. And if there is a salvation through the mystery of the gospel, there is only one thing that Lord had called you because for his inheritance. പിന്നത്തേതിൽ ആ മഹത്വം പ്രാപിക്കുന്നത് വരെ, നമ്മൾ ആ മഹത്വം പ്രാപിക്കുന്നതായ ഒരു ശ്രേഷ്ഠകരമേറിയ ഭാഗ്യപ്രത്യാശയിലേക്ക് നാം കടന്നു വരുന്നത് വരെ നമ്മൾ പട്ടുപോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. Until you obtain that glory, Lord will not leave you or forsake you. ദൈവത്തിന്റെ കരം നമ്മളോട് കൂടെയിരിക്കും. And his hand will be with you. തന്റെ വലം കൈയാൽ നമ്മളെ ദൈവം താങ്ങും. And he will take care of you with his right hand. തന്റെ മഹത്വം പ്രാപിപ്പാൻ വേണ്ടി നമ്മളെ വിളിച്ചിരിക്കുന്നു. And he had called us so that we can receive his glory. എവിടെ നമ്മൾക്ക് തേജസ് നഷ്ടമായോ, എവിടെ നമുക്ക് തേജസ് നഷ്ടമായോ, where we lost our glory, ഏദൻ തോട്ടത്തിൽ നമുക്ക് ആദാമും ഹവ്വയ്ക്കും തേജസ് നഷ്ടമായി. and we know in the garden of Eden Adam and Eve lost their glory. ആ തേജസ്സിലേക്ക് നമ്മളെ മടക്കിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ദൈവത്തിൻ്റെതായ പദ്ധതിയുടേതായ ആ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത്. And the Lord's plan now is to take us back into that glorification. ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് നാം അനുരൂപമായി തീരുക, ആ തേജസ് പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ മഹത്വപ്രധാനമായ ലക്ഷ്യം. So that we can attain the likeness of our Lord Jesus. അതുകൊണ്ട് നമ്മൾ
ചെയ്യേണ്ടത് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും പോക്കി നമ്മുടെ ഓട്ടം ഓടുക. സകല ഫിനിഷർ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക എന്നാണ് അവിടെ So പറയുന്നത്. that we have to run our race and we have to look into towards the author and finisher of our കാര്യം faith. യേശുവിനെ നോക്കിയാൽ മാത്രമേ പറ്റത്തുള്ളൂ. കാര്യം നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് യേശുവിനെ പോലെയാകുക എന്നുള്ളതാണ്. It is we have to look to Jesus so that we can be having that likeness or image of യേശുവിൻ്റെ our Lord. മഹത്വം പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യം. Our aim of this Christian life is to attain the glory of Jesus. എവിടെ തേജസ് നഷ്ടപ്പെട്ടോ ആ തേജസ്സിലേക്ക് ദൈവം മടക്കിക്കൊണ്ടുവരുവാൻ നമ്മളെ ആഗ്രഹിക്കുന്നു. Where we lost that glory, God wants us to bring back into that ആ glory. തേജസ്സിലേക്ക് മടക്കിക്കൊണ്ടുവരണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് അനിവാര്യമാണ്. So in order to go back to that glory, we need the help of our Holy Ghost. അതുകൊണ്ട് ഓരോ ദിവസവും നാം ദൈവശക്തിയാൽ കാക്കപ്പെടണം. So that we have to be taken care by the the power of the നമ്മൾ Lord. പാടുന്നത് പോലെ ആത്മാവിൻ ജീവിതം ആനന്ദ ജീവിതം, ആത്മാവിൽ നിറയുക ആനന്ദ നദീതേ എന്ന് പാടുന്നത് പോലെ So that we know that our spiritual life is always a joyful one. ദൈവശക്തിയാൽ നാം കാക്കപ്പെടുന്നുവെങ്കിൽ നമുക്ക് ഒരു പോറലും ഏക്കത്തില്ല. നമുക്ക് ക്ഷയം, മാലിന്യം, വാട്ടമൊന്നുമില്ലാത്ത നിത്യമായ ആ മഹത്വത്തിൻ്റെ അവകാശം പ്രാപിപ്പാൻ നമുക്കിടയായിത്തീരും. And if we are always guarded by the power of the Lord, we always be having that inheritance which is not defiled or incorruptible. ഈ വചനങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം അനുവദിച്ചു തന്ന ദൈവസഭയോട് ദൈവദാസനോട് നന്ദി അറിയിക്കുന്നു. May the Lord bless us with all these verses.